ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിക്കൻ കറി വീഡിയോ തന്നെയാണ്. ഞാനൊരു ബോർഡർ ഒരു സാരിയിൽ ഒരു ബോർഡർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഡിസൈൻ. ഞാനത് ഡിസൈൻ എങ്ങനെ വരയ്ക്കുന്നതെന്നുള്ളത് കാണിക്കുകയാണ്. ജസ്റ്റ് പെൻസിലിലാണ് വരയ്ക്കുന്നത്. ആ ഡിസൈൻ വരച്ചിരിക്കുന്ന പേപ്പർ താഴെ വെച്ചിട്ട് അതിൻ്റെ ട്രേസ് മുകളിൽ കൂടി കാണുന്നത് വെച്ച് സാധാരണ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ ചെന്ന് കാണാം. ഞാൻ അനീഷ. എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. സോ നോക്കുക, ഞാനിപ്പോൾ ഡിസൈൻ എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. നോക്കുക, ഇപ്പോൾ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഫുൾ സാരിയിൽ ബോർഡറിൽ ഞാൻ വരച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഏകദേശം ഒരു 3/4 മീറ്റർ കുത്തുന്നിടത്തുനിന്ന് കുറച്ച് മാറ്റിയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് നോക്കുക, ഈ ഒരു ഡിസൈനാണ്. ഡിസൈൻ ജസ്റ്റ് ഒരു ഫ്ലവറും ഒരു സ്റ്റെം പോർഷനും കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യുന്ന കാണാൻ ഞാൻ ഓൾമോസ്റ്റ് കുറച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്നാലും ചെയ്യുന്ന ഒരു കുറച്ച് ഭാഗമാണ് കാണിക്കുന്നത്. അതാ ചെയ്തതാണ് താഴെ നിങ്ങളതിൻ്റെ ഷാഡോ കാണുന്നത്. അപ്പോൾ ഫ്രെയിം ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ നോക്കുക, കുറച്ച് ഗ്യാപ്പ് വരും. ഈ ഗ്യാപ്പ് വരുന്നത് അത്ര സുഖം ഉണ്ടാവില്ല. നമ്മളത് ചെയ്യുന്നത് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു പീസ് ഓഫ് ക്ലോത്ത് എടുക്കുക. തേര് ഭാഗമുള്ള ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം കനം അധികം നമ്മൾ എന്താ പറയുക, നൂലിങ്ങനെ പൊങ്ങി പൊങ്ങി വരാതിരിക്കുന്ന ഒരു ഭാഗമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ സാധാരണ ഒരു നൂല് കോർത്തെടുത്തതിന് ശേഷം ഇത് നമ്മളൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ്. ഒരു തുമ്പത്ത് ഞാൻ കെട്ടിടുന്നുണ്ട് കേട്ടോ, അത് നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം നോക്കുക, നമ്മുടെ ഈ സാരിയുടെ ഈ തേര് ഭാഗവും ഇതും കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നല്ല ലോങ് ആയിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഒന്ന് ജോയിൻ ചെയ്ത് പോകുന്നത്. ഭയങ്കര അടുപ്പിച്ചൊന്നും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സാരിയുടെ അവിടെ ഹോള് വീഴുമോ, അവിടെ ഇങ്ങനെ അതൊന്നുമില്ല, അതൊക്കെ മാറിക്കോളും. അപ്പോൾ ഇതേമാതിരി ചെയ്ത് കൊടുക്കുക. ഒരു 10 സെൻറ്റിമീറ്ററൊക്കെ വീതിയുള്ളത് മതിയാകും. കാരണം നമുക്ക് ആ ഫ്രെയിം വെക്കുമ്പോൾ ഗ്യാപ്പ് ഒന്ന് ഉണ്ടാവരുത്. അത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ക്ലോത്ത് വെക്കുന്നത് കൊണ്ടുള്ള ഒരു ഉദ്ദേശം. നിങ്ങളിപ്പോൾ ഇത് സാരിയുടെ ഒരു സാരി ഫോളിൻ്റെ വീതിയിലുള്ള ഒരു പീസിൽ സാരി ഫോൾ വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അത് നമുക്ക് ജോയിൻ ചെയ്താലും മതിയാവും. അതാകുമ്പോൾ അത്രയും നീളത്തിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ കിട്ടും. അത് കഴിഞ്ഞ് അത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്ന് അഴിച്ചു മാറ്റിയിട്ട് നമ്മൾ അടുത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചുരിദാറിൻ്റെയൊക്കെ ലൈനിങ് ഇട്ടതിൻ്റെ ബാക്കി വെട്ട് കഷ്ണത്തിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ നോക്കുക, ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് വെച്ചൊന്ന് ഓടിച്ച് ജോയിൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അതിനുശേഷം ലാസ്റ്റ് കെട്ടിടണമെന്നൊന്നുമില്ല, വെറുതെ ആ ത്രെഡ് അങ്ങോട്ട് അഴിച്ചങ്ങ് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കുക, ഇങ്ങനെ ചെയ്തു അഴിച്ചെടുത്താൽ മതി. അങ്ങനെ ആ കുറച്ച് നൂലങ്ങനെ കിടന്നാൽ മതി. കാരണം നമുക്ക് തിരിച്ചിത് അഴിച്ച് കളയുമ്പോൾ അത് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഫ്രെയിം വയ്ക്കാം. ഫ്രെയിം വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ നീറ്റായിട്ട് നമുക്ക് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫ്രെയിം നമ്മൾ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിം ഇതിന് സ്ക്രൂ ഇല്ല, ടൈറ്റ് ചെയ്യാനായിട്ടുള്ള സ്ക്രൂ ഇല്ല. സോ ജസ്റ്റ് ഫാബ്രിക് നീറ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാണ് വേണ്ടത്. പിന്നെ ഇത് നമ്മൾ ക്ലോത്ത് ഒന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ നോക്കുക, ഇതേമാതിരി തേര് ഭാഗത്ത് പിടിച്ചിട്ട് വേണം ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാൻ. പിന്നെ താഴോട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ക്ലോത്ത് വെച്ചിരിക്കുന്ന ഈ വേറെ ക്ലോത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ യെല്ലോ ക്ലോത്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് വെച്ച് വേണം കേട്ടോ മുറുക്കാൻ. കാരണം സാരിയിൽ പിടിച്ച് മുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാരി ഒന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. സോ മറ്റേ തുണിയാകുമ്പോൾ ഡാമേജ് ആയാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ആങ്കറിൻ്റെ വൈറ്റ് ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ബാക്കി നമുക്ക് ഡോളിയുടെയും രംഗോലിയുടെയൊക്കെ വൈറ്റ് ത്രെഡ് ആണെങ്കിൽ നമുക്ക് കളർ ഫെയ്ഡ് ആവുന്ന പ്രശ്നമൊന്നുമില്ല, അത് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനെന്തായാലും ഇപ്പോൾ ഹെവി വർക്കാണ്, നല്ല ക്വാളിറ്റി ത്രെഡ് വെച്ചിട്ട് തന്നെ നമ്മൾ എന്തായാലും കഷ്ടപ്പെടുന്നതാണ്, അത് വെച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു പ്രിഫറബിൾ അതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഞാനിതിന് 6 സ്ട്രാൻഡ് ഓഫ് ത്രെഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വീഡിയോ മൊത്തം കാണാതെ അത് കുറേ ഡൗട്ട്സ് ചോദിക്കുന്നവരുണ്ട്. എത്ര സ്റ്റാൻഡാണ് യൂസ് ചെയ്യുന്നത്, ഏത് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും ഞാൻ ഇതിനകത്ത് വീഡിയോസിൽ എല്ലാത്തിലും ഞാനത് പറഞ്ഞു പോവാറുണ്ട്. പക്ഷേ വീണ്ടും എനിക്ക് ധാരാളം കമൻറ്റ്സ് വരുന്നുണ്ട്. അത് മൊത്തം കാണാണ്ട് കുറച്ച് സ്കിപ്പ് ചെയ്ത് ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ലാസ്റ്റ് മാത്രം കാണുന്നു, അങ്ങനെ കാണുന്നവരുണ്ട്. എനിക്കറിയാം, ഞാനത് തെറ്റ് പറയുകയല്ല. പക്ഷേ അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് വീഡിയോ ഒന്ന് ഇടയ്ക്കൊന്ന് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണെങ്കിലും നിങ്ങളതൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിനകത്ത് തന്നെ ഒരുവിധം എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത്
തന്നെയാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഞാനിതൊരു ഹൂപ്പ് സ്റ്റാൻഡിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹൂപ്പ് സ്റ്റാൻഡ് ഇല്ല എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇത് വർക്ക് ചെയ്ത് നോക്കാതിരിക്കരുത്. കാരണം ഇതിപ്പോൾ ഞാൻ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഹൂപ്പ് സ്റ്റാൻഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം അപ്പോൾ അത് ഷെയ്ക്ക് ആവാണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിസിബിൾ ആകും. ഇപ്പോൾ എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ ചെയ്യുന്നത് വീഡിയോ എടുക്കാനിരുന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അനങ്ങും. അപ്പോൾ ഇതിപ്പോൾ നോക്കുക, ആ ഹൂപ്പ് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് അത് വിസിബിൾ ആവുന്നത് കൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതാണെങ്കിൽ നമ്മുടെ 2 കൈയും ഫ്രീ ആണ്, നല്ല ഹെൽപ്പാണ്. ഹെൽപ്പല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് വർക്ക് ചെയ്ത് നോക്കാതിരിക്കരുത്. അപ്പോൾ നമ്മളിതിനകത്ത് ചെയ്യുന്നത് ബക്കിയ സ്റ്റിച്ചാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ കറിയിൽ ഈ ഒരു സ്റ്റിച്ച് എപ്പോഴും ബാക്ക് സൈഡിലാണ് ചെയ്യുക, പക്ഷേ എനിക്കെപ്പോഴും ഫ്രണ്ടിൽ തന്നെ ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ അതിന് രീതിയിലാണ് ഞാനിതിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ബാക്കിലാണ് ചെയ്യുന്നതെങ്കിൽ സാധാരണ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ അങ്ങ് ചെയ്താൽ മതിയാകും. ഇല്ല ഞാൻ ഇനി നോർമലി ബാക്കിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ വീഡിയോ ചെയ്ത് കാണിക്കണം എന്ന് ആരെങ്കിലും കമൻറ്റിൽ പറയുകയാണെങ്കിൽ ഞാൻ ആ രീതിയിൽ ഇനി ഇത് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. പക്ഷേ എനിക്ക് എപ്പോഴും എല്ലാം ഫ്രണ്ടിൽ തന്നെ, കാരണം നോർമൽ ചിക്കൻ കറിയിൽ കുറച്ച് ബാക്കിൽ കുറച്ച് ഫ്രണ്ടിൽ അങ്ങനെയാണ്. പക്ഷേ എനിക്ക് എല്ലാം തന്നെ ഫ്രണ്ടിലേക്ക് തന്നെ ചെയ്യാനാണ്. കാരണം ആക്ച്വൽ ലുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് കണ്ടുകൊണ്ട് തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഡബിളായിട്ട് കാണുന്ന പോർഷൻസ് എല്ലാം തന്നെ ഞാൻ ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഈ സൗണ്ടൊന്നും നമുക്കത്ര അത്യാവശ്യമുള്ളൊരു കാര്യമൊന്നുമല്ല. ശരിക്കും നിങ്ങളത് മ്യൂട്ട് ചെയ്തിട്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്കിത് കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതിനൊരു വോയിസ് ഓവർ ഇല്ലെങ്കിൽ പോലും, അതായത് എൻ്റെ ലാംഗ്വേജ് അറിയാത്തവർക്ക് പോലും ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെം പോർഷനിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. പിന്നീട് നോക്കുക, ഇതേപോലെ ഈ ഒരു ഭാഗത്ത് ഒന്നിലധികം പ്രാവശ്യം ഞാനിങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾ ഫാണ്ട സ്റ്റിച്ച് എന്നാണ് പറയുക. നമുക്ക് 3-4 പ്രാവശ്യം കൊടുക്കുക. കാരണം നമ്മളില്ലേ ഈ ഒരു ചിക്കൻ കറി എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും നമ്മൾ കൂടുതലും വരാൻ പോകുന്നത് ഷാഡോ സ്റ്റിച്ചസ് ആയിരിക്കും. ഷാഡോ എന്ന് പറയുമ്പോൾ അതത്ര വിസിബിൾ ആവില്ല. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇതേപോലെ എംബോസ്ഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചസും കൂടി കൂട്ടത്തിലുണ്ടെങ്കിൽ, അത് ഫാണ്ട സ്റ്റിച്ച് മാത്രം മതിയാകും, അങ്ങനെ കുറച്ച് സ്റ്റിച്ചും കൂടി കൂട്ടത്തിൽ കൊടുത്താൽ മാത്രമായിരിക്കും അത് അത്രയും നല്ലതാവുക. കാരണം നല്ല രീതിയിൽ അതൊന്ന് എന്താ പറയുക, ഇടയ്ക്ക് കുറച്ച് ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളും കുറച്ച് ഷാഡോ ആയിട്ട് കുറച്ച് ലൈറ്റായിട്ടുള്ളതും കൂടി കാണുമ്പോഴാണ് ഇത് മൊത്തം ലൈറ്റായിട്ട് കാണുമ്പോൾ അത് ഉള്ളതിനേക്കാൾ ഭംഗി നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഈ ഫാണ്ട സ്റ്റിച്ച് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. കാരണം അതേപോലെ ത്രെഡും ധാരാളം ഈ ഒരു എംബ്രോയ്ഡറിക്ക് വേണം കേട്ടോ. കാരണം താഴെ മൊത്തത്തിൽ ക്രോസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി നോക്കുക, ഈ ഒരു ഭാഗങ്ങളിലെല്ലാം തന്നെ ഞാൻ ഈ ബക്കിയ സ്റ്റിച്ച് വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഇതേപോലെ ചെയ്തു പോവുക. ഇനി ആ ഫ്ലവറിൻ്റെ പെറ്റൽസും എല്ലാം തന്നെ ഈ ഒരു സ്റ്റിച്ചസാണ്. പിന്നെ മാക്സിമം നമ്മൾ ഒരു ഭാഗത്തു നിന്ന് അടുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഈ ത്രെഡ് ബാക്കി ഭാഗത്ത് അത്ര വിസിബിൾ അല്ലാത്ത രീതിയിൽ ചെയ്യുക. അപ്പോൾ നോക്കുക, ഈ ഒരു പെറ്റലിലേക്ക് കണ്ടിന്യൂ ചെയ്തു ഞാൻ താഴോട്ട് വന്നിട്ടുണ്ട്. ഈ താഴേന്ന് അടുത്ത പെറ്റലിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അധികം ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ പോകുന്ന ത്രെഡ് അത്ര വിസിബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സെൻറ്ററിലുള്ള ഒരു സ്റ്റിച്ച്, അത് നമ്മൾ ഫാണ്ട സ്റ്റിച്ച് തന്നെയാണ്. അതിന് നമ്മളൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാണ്ട സ്റ്റിച്ചസ് ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തതും ഇതും തമ്മിൽ 2-3 ചെറിയ പേര് വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ഒരു ഹാഫ് കട്ട് പേളിൻ്റെ ഒരു ലുക്ക് ഉണ്ടാവും. ഒരു ഭാഗത്ത് തന്നെ കുറേ പ്രാവശ്യം കുത്തി എടുത്തിട്ടാണ് നടക്കത്തത്. അത്രയും കറക്റ്റായിട്ട് അതൊന്ന് നന്നായിട്ട് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നന്നായിട്ട് വിസിബിൾ ആകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അടുത്ത പെറ്റലിലേക്ക് പോകുന്നുണ്ട്. നോക്കുക, സാധാരണ ബക്കിയ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ആ ബോർഡർ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ലൈൻസ് കാണണം. അടുപ്പിച്ച് ചെയ്യുക. പിന്നെ ഒരു 3-4 mm വീതിയിലുള്ള രീതിയിൽ ആ ഓരോന്നും ഈവണായിട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും അത് ഭംഗി. അപ്പോൾ നോക്കുക, ഈ പെറ്റൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കുക, ഈ പെറ്റൽ കഴിഞ്ഞ് അടുത്ത പെറ്റലിലേക്ക് പോകുമ്പോൾ അടുത്ത പെറ്റലിൻ്റെ മുകളിലേക്ക് പോകരുത്, താഴെ നിന്ന് തുടങ്ങുക. അപ്പോഴായിരിക്കും കുറച്ച് ഭാഗം മാത്രം, ഇപ്പം മുകളിൽ കൂടി ചെയ്തായിരുന്നെങ്കിൽ ആ താഴെ അത്രയും നീളത്തിൽ നമുക്ക് ആ ഒരു താഴത്തെ ലൈൻ ഇങ്ങനെ ത്രെഡ് കാണാൻ പറ്റും. ഇതാകുമ്പോൾ ഒരു ചെറിയൊരു പോർഷനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാം. സോ ഇതാണ് ഫിനിഷ് ചെയ്തിട്ടുള്ള ലുക്ക്. മൊത്തത്തിൽ സാരി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നോക്കുക, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതൊരു വൈറ്റ് പേളായിട്ടുള്ള മാലയൊക്കെ ഇട്ടിട്ട് ഒരു വൈറ്റ്
എന്താ പറയുക, ഹക്കോബയുടെയോ അല്ലെങ്കിൽ ഈ ഷിഫ്ലി ടൈപ്പ് തുണിയുടെ ബ്ലൗസൊക്കെ കൂട്ടത്തിൽ പെയർ ചെയ്തിട്ടാണെങ്കിൽ നല്ല ലുക്കായിരിക്കും കാണാൻ. ഇന്ന് നോക്കുക, ഞാൻ അത്ര തുണി അങ്ങ് നൂലങ്ങ് കെട്ടിട്ട ഭാഗത്തുനിന്ന് വലിച്ചെടുത്ത് കളഞ്ഞിട്ട് താഴെ നമ്മൾ ജോയിൻ ചെയ്ത തുണി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി സാരിയുടെ ലുക്ക് ഇങ്ങനെയാണ് ഞാൻ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി സാരി മൊത്തത്തിൽ ഞാനതൊന്ന് മാനിക്യൂണിൽ ഡ്രസ് ഫോമിലേക്ക് ഒന്ന് ഉടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് വശം കണ്ടോളുക. നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട്. കൂടുതൽ നൂല് ബാക്ക് സൈഡിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നോക്കുക, ഇതേമാതിരി എല്ലാ ബോർഡറിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഞാൻ ചെയ്തേക്കുകയാണ് കേട്ടോ. മുകൾ ഭാഗത്തെയും താഴ്ഭാഗത്തെയും ബോർഡറിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട്. ധാരാളം ടൈം എടുത്ത് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ഡ്രസ് ഫോമിലേക്ക് ഉടുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെച്ചൊരു വൈറ്റ് ക്ലോത്ത് ഞാൻ അതിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ബ്ലൗസായിട്ട് യൂസ് ഉടുത്ത് അത് കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ശരിക്കുള്ള ലുക്ക് നിങ്ങൾക്ക് കിട്ടുക. ഈ ഒരു സാരി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 500-600 റേറ്റൊക്കെ വരുവുള്ളെങ്കിലും ഈ കോട്ടൺ സാരി, പ്ലെയിൻ സാരിക്ക്. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ അങ്ങനെ ഡാമേജ് ആവില്ല. പിന്നെ ഉടുക്കാനും നിങ്ങൾക്ക് സുഖമായിരിക്കും. എനിക്ക് എന്തുകൊണ്ടും ഈ ചെക്കോട്ട സാരി എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. കുറഞ്ഞ സാരിയിൽ നമ്മൾ കൂടിയ വർക്ക് ചെയ്തു എന്ന് വിചാരിക്കേണ്ട, പക്ഷേ നന്നായിട്ട് ലാസ്റ്റ് ആവുന്നുണ്ടോ എന്നാണല്ലോ നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു ലുക്ക് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ബോർഡറിൽ ഞാനിങ്ങനെ മുന്താണിയുടെ ഭാഗത്തും ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സായിട്ട് മുന്താണിയുടെ മുകളിലോട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്